ഒരിക്കൽ ഇബ്നു സംഹൂൻ റളിയല്ലാഹു അൻഹുവിനെ റോമക്കാർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. കുറെ കാലം അവരുടെ കസ്റ്റഡിയിൽ ജീവിച്ചു. തന്നെ രക്ഷിക്കാൻ കുടുംബക്കാരോ സമ്പത്തോ ഇല്ല എന്ന് മനസ്സിലാക്കിയ മഹാനവറുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കത്തെഴുതാൻ തീരുമാനിച്ചു. മഹാനവറുകൾ പറയാണ്, എന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട നാട്ടിൽ നിന്ന് മദീനയിലേക്ക് സിയാറത്തിന് പോയ ആളുകളുടെ അടുക്കൽ ഞാൻ എൻ്റെ സങ്കടങ്ങൾ എഴുതിയ ഒരു കത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തയച്ചു. എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ മദീനയിലെത്തിയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിൽ തൂക്കിയിടുക. അങ്ങനെ അവർ അത് ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു. ആളുകളൊക്കെ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു കച്ചവടക്കാരൻ എന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട നാട്ടിലേക്ക് വന്നു. എന്നിട്ട് രാജാവിനോട് എന്നെ കുറിച്ച് അന്വേഷിച്ചു. ഒരു ദിവസം രാജാവിന്റെ ദൂതൻ വന്ന് എന്നെ വിളിച്ചു കൊണ്ടുപോയി രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കി. അപ്പോൾ രാജാവിന്റെ അടുക്കൽ ഒരാളെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം അറബിക്കാരനല്ല അനർബിക്കാരനാണെന്ന്. അങ്ങനെ രാജാവ് അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ അന്വേഷിച്ചയാൾ ഇയാളാണോ? അപ്പൊ അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, എനിക്കറിയില്ല. എന്നിട്ട് അയാൾ എന്നോട് പേര് ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞു കൊടുത്തു. ഉടനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു കടലാസിൽ നിങ്ങളുടെ പേര് എഴുതി തരൂ എന്ന്. ഞാൻ അങ്ങനെ എൻ്റെ പേര് ഞാൻ അദ്ദേഹത്തിന് ഒരു കടലാസിൽ എഴുതി കൊടുത്തു. അദ്ദേഹം എൻ്റെ കയ്യക്ഷരം പരിശോധിക്കുകയായിരുന്നു ആ സമയത്ത്. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഞാൻ അന്വേഷിച്ചയാൾ ഇയാൾ തന്നെയാണ്. അങ്ങനെ അയാൾ എന്നെ രാജാവിൽ നിന്ന് കുറെ സമ്പത്ത് കൊടുത്തു മോചിപ്പിച്ചു. ആ നാട്ടിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് പുറത്തെത്തിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം എന്താണ്, എന്നെ മോചിപ്പിക്കാനുള്ള കാരണം എന്തെന്ന് ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹം എന്നോട് പറയാണ്, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മദീനയിൽ ചെന്നു. അങ്ങനെ സിയാറത്തൊക്കെ ചെയ്ത് ഞാൻ മുത്തുനബിന്റെ ചാരത്ത് ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നോട് വല്ലതും കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ എനിക്കത് ചെയ്തു കൊടുക്കാമായിരുന്നു എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നാണ് എൻ്റെ കണ്ണിലുടക്കിയത് റൗളയിൽ ഒരു തൂക്കിയിട്ട കടലാസ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു കാറ്റത്ത്. അപ്പൊ ഞാൻ മനസ്സിലാക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് കൽപ്പിക്കുകയാണെന്ന്. ഞാൻ ആ കടലാസ് എടുത്തു, വായിച്ചു നോക്കി. അപ്പോഴുണ്ട് അതിൽ നിങ്ങൾ എഴുതിയ നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും, നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതൊക്കെ, നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ സഹായം അഭ്യർത്ഥിച്ചതും അതിലുണ്ട്. മുത്തുനബിയോട് നിങ്ങൾ സഹായിക്കാൻ കേണപേക്ഷിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ആ കത്തിൽ പരാമർശിച്ച ആ നാട് കണ്ടെത്തുകയും അവിടെ എത്തുകയും നിങ്ങളുടെ കയ്യെഴുത്ത് പരിശോധിച്ച് ആ രാജാവിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കാരണമാണ് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് അദ്ദേഹം ഇബ്നു സംഹൂൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുത്തുനബിയോട് നാം സങ്കടം പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് തീർച്ചയാണ് അതിനൊരു പരിഹാരം മുത്തുനബി നിർദ്ദേശിക്കുമെന്ന്. ആ സങ്കടങ്ങൾക്ക് ഒരു പരിഹാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തരുമെന്ന്. മുത്തുനബിയോട് സങ്കടങ്ങൾ പറഞ്ഞു നോക്കൂ, ഉണർത്തി നോക്കൂ, മുത്തുനബിയോട് സഹായം ചോദിച്ചു നോക്കൂ, തീർച്ചയാണ് നാം എവിടെയും പരാജയപ്പെടൂല എന്ന്. ഇൻഷാ അല്ലാഹ് ഇന്ന് വെള്ളിയാഴ്ച രാവല്ലേ മുത്തുനബിയുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ നാം ഹദിയ ചെയ്യുക. മുത്തുനബിയുമായി നാം ഒരു തഅല്ലുഖ്, ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മറക്കണ്ട നമ്മുടെ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദ് നൂറുൻ അലാ നൂർ. അധികരിപ്പിച്ചോളൂ. ജീവിതത്തിൽ ഒരു പ്രകാശം വരട്ടെ. നമ്മുടെ ജീവിതം തന്നെ പ്രകാശത്തിലാകട്ടെ. മുത്തുനബിയുടെ പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും ഖബറിലേക്കും മഹ്ശറയിലേക്കും സ്വർഗത്തിലേക്കും അടിച്ചു വീശട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും നമ്മളെ വിജയിപ്പിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.